ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് 2026 ഏപ്രിൽ മാസത്തിന്റെ അവസാന പകുതിയിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളുടെ ചാരഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. മകീരം, അര, തിരുവാതിര, പുണർതം, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ മേടൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ബുധൻ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. 30-ാം തീയതി ബുധൻ മേടൻ രാശിയിലേക്ക് മാറും. വ്യാഴം മിഥുനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 19-ാം തീയതി വരെ മേടൻ രാശിയിലും അതിനുശേഷം ഇടവൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശനി മീനൻ രാശിയിൽ, രാഹു കുംഭൻ രാശിയിൽ, കേതു ചിങ്ങൻ രാശിയിൽ. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ കൂറുകാരെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിന്റെ അവസാന പകുതി എല്ലാ വിധത്തിലുമുള്ള ഗ്രഹങ്ങളുടെ ആനുകൂല്യങ്ങൾ അനുഭവപ്പെടും. 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ഒഴികെ മറ്റ് എല്ലാ ഗ്രഹങ്ങളും ഗുണഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത്. അതുകൊണ്ട് വലിയ ലോട്ടറി ഭാഗ്യമാണ് ഈ മാസത്തിന്റെ അവസാന പകുതിയിൽ ഈ കൂറുകാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് പരിശോധിക്കാം. സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് 11-ാം ഭാവത്തിലാണ്. 11-ാം ഭാവം സൂര്യന് ഏറെ അനുകൂല ഭാവമാണ്. സ്ഥാനാന്തര പ്രാപ്തി, അതുപോലെ ഐശ്വര്യവർദ്ധനവ്, രോഗമുക്തി, ഇതാണ് പ്രധാനമായും 11-ാം ഭാവത്തിലെ സൂര്യൻ നൽകുന്ന ചാരഫലം. ജീവിതത്തിൽ പൊതുവെ അനുകൂലമായ ഒരു ഉയർച്ച, ഒരു മാറ്റം അനുഭവപ്പെടും. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് കൂടുതൽ പുരോഗതി ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. പുതിയ തൊഴിൽ തേടുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രമോഷനും മറ്റും ആഗ്രഹിക്കുന്നവർക്കും അത് ലഭിക്കുവാൻ സഹായിക്കും. ഈ മാസത്തിന്റെ അവസാന പകുതിയിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് മേടൻ രാശിയിലാണ്. മേടൻ സൂര്യന്റെ ഉച്ചസ്ഥാനമാണ്. അതുകൊണ്ട് ഏറെ ബലവാനായ സൂര്യൻ കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് നൽകും. പ്രത്യേകിച്ചും ഉദ്യോഗ കാര്യത്തിൽ കൂടുതൽ അനുകൂല സ്ഥിതി വന്നു ചേരും. പുതിയ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ മറ്റുള്ളവരുടെ സഹായം കർമ്മരംഗത്ത് അനുഭവപ്പെടും. കർമ്മരംഗം വലിയ ഉന്നതി പ്രാപിക്കുന്നതിലൂടെ സാമ്പത്തികമായ ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും. അതുപോലെ എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യം ഇവർക്ക് അനുഭവപ്പെടാൻ ഇടയാകും. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുക, വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം ലഭിക്കുക, സ്ഥലമാറ്റം വേണ്ടവർക്ക് സ്ഥലമാറ്റം ലഭിക്കുക, ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങുക തുടങ്ങിയ എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവരുടെ കുടുംബത്തിൽ വന്നു ചേരും. വളരെ കാലമായി രോഗദുരിതങ്ങളൊക്കെ അനുഭവിച്ചു വരുന്നവർ ഈ കൂറിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ശമിക്കുകയും മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സ്ഥിതി ഇവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവത്തിലെ ചൊവ്വ ഏറെ ബലവാനാണ്. പല വിധത്തിലുള്ള ധനാഗമാണ് 10-ാം ഭാവത്തിലെ ചൊവ്വ നൽകുന്ന ഗുണഫലങ്ങൾ. പല രീതിയിൽ ഈ കൂറുകാർക്ക് സാമ്പത്തിക ലാഭം അനുഭവപ്പെടും. കച്ചവടത്തിൽ നിന്നോ, തൊഴിലിൽ നിന്നോ, ഉദ്യോഗത്തിൽ നിന്നോ, സമ്പാദ്യങ്ങളിൽ നിന്നോ, വസ്തുവിന്റെ വിൽപ്പനയിലൂടെയോ, വാഹനങ്ങളുടെ ക്രയവിക്രയത്തിലൂടെയോ ഏത് വിധേനയും ഈ കൂറിൽപ്പെട്ടവർക്ക് സാമ്പത്തികമായ നേട്ടം 10-ാം ഭാവത്തിലെ ചൊവ്വ നൽകും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ഈ കൂറുകാരുണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് വിട്ടുമാറി ഉയർന്ന ഒരു സാമ്പത്തിക നിലയിലേക്ക് ഇവർ എത്തിച്ചേരും. 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ഏറെ അനുകൂലമാണ്. 10-ാം ഭാവത്തിലെ ബുധനും പല വിധത്തിലുള്ള ധനാഗമാണ് ഇവർക്ക് നൽകുന്നത്. തൊഴിൽ രംഗത്തു നിന്നായാലും ഉദ്യോഗ രംഗത്തു നിന്നായാലും ബിസിനസ് ആയിക്കോട്ടെ, വ്യവസായം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏർപ്പാടുകളായിക്കോട്ടെ, ഷെയർ മാർക്കറ്റ് ആയിക്കോട്ടെ, എങ്ങനെ ആയാലും ഏത് മേഖലയായാലും ഇവർക്ക് സാമ്പത്തിക നേട്ടം അനുഭവപ്പെടും. അതുപോലെ എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി കൂടുതൽ അടുത്തിടപഴകുന്നതിനും അങ്ങനെയുള്ള സുഖങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നതിനും ഈ കൂറുകാർക്ക് 10-ാം ഭാവത്തിലെ ബുധന്റെ സ്ഥിതി സഹായിക്കും. 11-ാം ഭാവത്തിൽ ഒരു ദിവസം സ്ഥിതി ചെയ്യുന്ന ബുധൻ ഇവർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ നൽകുന്നതാണ്. മനോഹരമായ സംസാരത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുവാനും അവരിൽ നിന്നും പെട്ടെന്ന് ചില സഹായങ്ങളൊക്കെ നേടിയെടുക്കുവാനും ഇവരെ കൊണ്ട് കഴിയും. അതുപോലെ ബഹുവിധത്തിലുള്ള ധനലാഭവും ഈ 11-ാം ഭാവത്തിലെ ബുധൻ നൽകും. വളരെ കാലമായിട്ട് വിജയിക്കാത്ത കാര്യങ്ങളിൽ പോലും ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ കൂറുകാർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ ഭാര്യ സന്താനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് കുടുംബക്കാരും ഒക്കെ ആയിട്ട് അടുത്ത് ഇടപഴകുന്നതിനും സഹവാസം ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു അവസരം ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ വിവിധ തരത്തിലുള്ള സുഖാനുഭവങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും. ബുധൻ, ചൊവ്വ, സൂര്യൻ ഇതൊക്കെ വലിയ ധനാഗമം ഇവർക്ക്
നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ അവസാനം സമ്പത്തിന്റെ ഒരു കുത്തൊഴുക്ക് ഈ കൂറുകാർക്ക് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. 11ാം ഭാവത്തിൽ ഇവർക്ക് 19ാം തീയതി വരെ സ്ഥിതി ചെയ്യുന്ന ശുക്രനും ധാരാളം ഗുണഫലങ്ങളാണ് ചെയ്യുന്നത്. ആ ശുക്രനും ഇവർക്ക് ധനലാഭം കൊടുക്കുന്നുണ്ട്, ബന്ധുലാഭം കൊടുക്കുന്നുണ്ട്, മൃഷ്ടാന്ന ഭോജനം കൊടുക്കുന്നുണ്ട്, കളത്ര സുഖപ്രാപ്തിയുണ്ട്, മനസ്സന്തോഷമുണ്ട്. അതുപോലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ 11ാം ഭാവത്തിലെ ശുക്രനും നൽകുന്നുണ്ട്. ധാരാളം ബന്ധുബലം ഉണ്ടാവുക, അല്ലെങ്കിൽ ബന്ധുബലം വർദ്ധിപ്പിക്കുക, തങ്ങൾക്ക് ആഗ്രഹമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുവാനുള്ള അവസരം ലഭിക്കുക, വിവിധ രംഗത്തു നിന്നും അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുക, കളത്ര സുഖപ്രാപ്തി ഉണ്ടാകുക, അതായത് ഭാര്യ ലാഭം ഉണ്ടാകുക, വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ വിവാഹാലോചന വന്നു ചേരുക, വിവാഹം നടക്കുക, അതുപോലെ പുത്രസമ്പത്ത് അനുഭവപ്പെടുക. അങ്ങനെ ഇതൊക്കെ ഈ 11ാം ഭാവത്തിലെ ശുക്രൻ നൽകുന്ന ശുഭഫലങ്ങളാണ്. അപ്പം മനസ്സിന് വലിയ സന്തോഷം, പല പ്രകാരേണ മനസ്സിന് വിഷമങ്ങൾ അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് അതെല്ലാം മാറി വലിയ മനസ്സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുവാൻ ഈ മാസത്തിന്റെ അവസാനം യോഗമുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുഗന്ധദ്രവ്യങ്ങളൊക്കെ വാങ്ങുവാനും അതൊക്കെ ഉപയോഗിക്കുവാനും ഉള്ള ഒരു അവസരവും ഈ മാസത്തിന്റെ അവസാനം ഈ കൂറുകാർക്ക് ലഭിക്കും. 19ാം തീയതിക്ക് ശേഷം 12ാം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രനും ഇവർക്ക് വലിയ ഗുണഫലങ്ങൾ തന്നെയാണ് നൽകുന്നത്. അത് ഉത്കൃഷ്ട മാർഗത്തിലൂടെ ധനാഗമം, അതായത് നേരായ വഴിക്ക് യാതൊരു കൃത്രിമവും ഇല്ലാതെ, യാതൊരു കള്ളത്തരങ്ങളും ഇല്ലാതെ, ആരെയും വഞ്ചിക്കാതെ, ആരുടെയും ശാപം കേൾക്കാതെ നേരായ വഴിയിലൂടെ ധാരാളം പണം ഈ കൂറുകാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് 12ാം ഭാവത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്ന ഈ മാസത്തിന്റെ അവസാന ഭാഗം. അതുപോലെ വിശിഷ്ട വസ്ത്രങ്ങൾ, വില കൂടിയ അസാധാരണമായ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാനും അതൊക്കെ അണിയാനും ഉപയോഗിക്കാനും ഒക്കെ അവസരം ഈ കൂറിൽപ്പെട്ടവർക്ക് ഈ മാസത്തിന്റെ അവസാനം വന്നു ചേരും. വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ജന്മത്തിലാണ്. ജന്മത്തിലെ വ്യാഴം ചാരവശാൽ വലിയ ഗുണഫലം ഒന്നും ചെയ്യുന്നില്ല എങ്കിലും കാര്യമായ ദോഷങ്ങളൊന്നും തന്നെ ചെയ്യുകയില്ല. പ്രത്യേകിച്ചും വക്രഗതിയൊക്കെ അവസാനിപ്പിച്ച് നേർരേഖ സഞ്ചാരം തുടങ്ങിയിരിക്കുന്ന വ്യാഴം തന്റെ ഉച്ചരാശിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബലം വർദ്ധിച്ച് കൂടുതൽ ഗുണഫലങ്ങള് ശുഭഫലങ്ങൾ ചെയ്യുവാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ഈ വ്യാഴം ഈ കൂറുകാർക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കും. ആരോഗ്യപരമായ വലിയ മുന്നേറ്റം ഇവർക്ക് ലഭിക്കും. അതുപോലെ ഇതുവരെ അനുഭവപ്പെടാതിരുന്ന ഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബുദ്ധിയും ശക്തിയും ഒക്കെ, ബുദ്ധിശക്തി വർദ്ധിക്കും, ചിന്താശേഷി കൂടും, സാമ്പത്തിക നില അതുപോലെ ഭദ്രമാകും. ഇതിനൊക്കെ ഈ ലഗ്നത്തിലെ അല്ലെങ്കിൽ ജന്മത്തിലെ വ്യാഴം ഈ കൂറുകാരെ സഹായിക്കും. കേതു നിൽക്കുന്നത് 3ാം ഭാവത്തിലാണ്. നമുക്കറിയാം 3ാം ഭാവത്തിലെ കേതു ഏറെ ബലവാനാണ്, അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ്. പ്രത്യേകിച്ച് ധാതുദ്രവ്യങ്ങളിൽ നിന്ന് ധാരാളം ധനലാഭം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. കച്ചവടം നടത്തുന്നവർക്കും അതുപോലെ വ്യവസായികൾക്കും ഒക്കെ അപ്രതീക്ഷിതമായ ലാഭം 3ാം ഭാവത്തിലെ കേതു മൂലം അനുഭവപ്പെടും. തങ്ങളുടെ ഉയർച്ചയിൽ അസൂയ കൊണ്ട് നിൽക്കുന്ന ആളുകളെ കൊണ്ടുള്ള ഉപദ്രവം തികച്ചും ഇല്ലാതാവും. അങ്ങനെയുള്ള ശത്രുക്കളായ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ അസൂയുള്ള ആളുകളൊക്കെ അവരുടെ യഥാർത്ഥ രൂപം പുറത്ത് കാണിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറും. അവർ നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള മനോഭാവത്തിലേക്ക് മാറുകയും നമ്മുടെ സഹായിയായി മാറുകയും ചെയ്യുന്ന കാഴ്ച ഈ മാസം അവസാന ഭാഗത്ത് അനുഭവപ്പെടും. 9ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു മാത്രമാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് ചില ദോഷഫലങ്ങൾക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്. അതായത് ഈ കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കർമ്മം വിജയിക്കാതിരിക്കുക, ഇതൊക്കെയാണ് 9ാം ഭാവത്തിലെ രാഹുവിന്റെ ഫലം. അറിയാതെ തന്നെ ചില കേസുകളൊക്കെ പെടുക, അതിന്റെ പേരിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരിക, ഇതൊക്കെ 9ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഭാഗ്യാനുഭവങ്ങൾ തടയുവാനുള്ള ഒരു സാധ്യത 9ാം ഭാവത്തിൽ ചെയ്യുന്ന രാഹു കാണിക്കും. പക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം ഈ ഗുണഫലങ്ങളുടെ ആധിക്യം ഈ രാഹുവിന്റെ ദോഷഫലങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തും. അതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ കാര്യമായിട്ടൊന്നും ഇവർക്ക് അനുഭവപ്പെടുകയില്ല. മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ സർപ്പദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ രാഹുവിനെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ തീർത്തും ഇല്ലാതാവും. മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടൊന്നും വലിയ ദോഷം ഈ മാസത്തിന്റെ അവസാനത്തിൽ ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നില്ല. ധാരാളം ഭാഗ്യാനുഭവങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ഭാവി ജീവിതം വിജയിപ്പിക്കുവാനായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുവാനും അതിനുവേണ്ട അടിത്തറ ഒരുക്കുവാനും ഈ മാസത്തിന്റെ അവസാന ഭാഗത്ത് ഈ കൂറുകാർക്ക് ശ്രമിക്കാവുന്നതാണ്. അങ്ങനെ ശ്രമിക്കുന്ന ഈ കൂറുകാർക്ക്
പിന്നീട് മുന്നോട്ട് പല രീതിയിലുമുള്ള ഗുണഫലങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാണ്. ഈ ഒരു അവസരം പരമാവധി മുതലാക്കി ഈ കോവിൽപ്പെട്ട എല്ലാവർക്കും തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ്. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.